ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സംശയം എന്നും നല്ലതാണ്. ഈ ആശുപത്രി പരിശോധിച്ച് വന്ന ഒരു വീഡിയോയുടെ പേരിൽ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ച ഒരു വീഡിയോയുടെ പേരിൽ യാതൊരു കാരണവശാലും ആർക്കെതിരെയും ഒരു നടപടി എടുക്കരുത്, ഇവിടെ ഡോക്ടർക്കെതിരെയോ സ്റ്റാഫിനെതിരെയോ ഒരു നടപടിയും എടുക്കരുത് എന്നാണ് സ്നേഹത്തോടെ എനിക്ക് മന്ത്രിയോട് അഭ്യർത്ഥിക്കാതെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. 40 കിടക്കുള്ള ഈ ആശുപത്രിയിൽ ഒരു ക്ലീനിങ് സ്റ്റാഫേ വന്നത്, 2 പേരുണ്ടായിരുന്നു. മന്ത്രി പറയും, നിങ്ങൾ മനസ്സിലായി, ഈ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് ഈ മുഴുവൻ ആശുപത്രിയും തൂപ്പ് തുണപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപകടം. നീ അറിഞ്ഞാ ഞാൻ പെട്ടു. ഇതിനെ 4ആയി വിഭജിച്ച് 4 സ്ഥലം 4 പേരെ വെച്ച് തൂക്കണം. അതിന് ഗവൺമെന്റ് സ്റ്റാഫിനെ നിയമിക്കണമെന്നില്ല, HMC നാളെ വെക്കാം, വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എടുക്കാത്തത് ആര് തെറ്റേന്റെ തെറ്റാ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ. നിങ്ങളുടെ നേതാക്കന്മാർ എവിടെയെങ്കിലും ഇരുന്ന് ഈ അമ്പിളി ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അയാളുടെ പണി എന്ന് എനിക്ക് മനസ്സിലായി. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എയർ കണ്ടീഷൻ ചെയ്ത OP മുറികൾ ഉണ്ടാക്കി കൊടുത്ത ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആശാനിരിക്കുന്നിടത്തില്ല. അയാൾ പിന്നെ പറയുന്നു ബാത്റൂമിൽ ടൈലിളകി, ഇവിടെ ബാത്റൂമിൽ ടൈലൊന്നും ഇളകിയിട്ടില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അതിന്റെ ക്ലോസറ്റിന് പുറത്തെ സീറ്റെല്ലാം കൂടെ പൊട്ടിച്ച് അവിടെ ഇട്ടിരുന്നു. അത് ഡോക്ടർ കാണാത്തത് കൊണ്ടും ആ പൊട്ടിയതിന് അന്ന് തന്നെ അത് റെക്ടിഫൈ ചെയ്യാത്തതും അതിനുള്ള ഏർപ്പാട് ചെയ്യാനും ഇവിടെ HMC പൈസ ഉണ്ട്. അത് ചെയ്യാത്തതിലുള്ള രോഷമാണ് പ്രകടിപ്പിച്ചത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ. പിന്നെ സ്റ്റാഫിന്റെ എണ്ണം കൂടണം. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. 1000 ഡോക്ടർമാരെ 150 പേരെ രാജ്യത്ത് നിയമിച്ചാൽ ഈ ബാത്റൂമുകളും ഈ കെട്ടിടമൊക്കെ വൃത്തിയായിട്ട് കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ, നാട്ടിൽ വെച്ചോളുണ്ട്, പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടി, എന്റെ വില കത്തിയാലും കുഴപ്പമില്ല, ആ സമയത്ത് അപ്പുറത്തേക്ക് വാഴ വെട്ടി അടിക്കാം. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്നെ അവർക്ക് എന്നോട് വിരോധമില്ല, എനിക്ക് അവരോട് സ്നേഹം തന്നെ. എനിക്ക് ആരോടും വിരോധമുള്ള ആളല്ല. ഞാൻ പറയാനുള്ളത് പറയും. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ. എനിക്ക് വേണ്ട. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.